ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്സിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ഉണ്ട്. ഇത് പാർട്ട് 1 കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അത് കാണാം. സാധ്യത ഏറെയുള്ള കുറേ ചോദ്യങ്ങളാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഓഡിയോ ക്ലാസ് ആണ്, സ്ക്രീൻ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ പാകത്തിനാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. ഒരു കാര്യം മാത്രമാണ് സ്ക്രീനിൽ ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആശാന്റെ ഖണ്ഡകാവ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇയർ വൈസ് ആയിട്ട് അതൊന്ന് നോക്കി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സ്ക്രീനിൽ അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. ആ കാര്യം നമുക്ക് ആദ്യം ചർച്ച ചെയ്തിട്ട് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആശാന്റെ ഖണ്ഡകാവ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. എന്തൊക്കെയായിരുന്നു? വീണപൂവ്, നളിനി, ലീല, പ്രരോധനം, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, ചണ്ടാല ഭിക്ഷുകി, കരുണ എന്നിവയെല്ലാം ആശാന്റെ ഖണ്ഡകാവ്യങ്ങളാണ്. വീണപൂവ്, നളിനി, ലീല, പ്രരോധനം, ദുരവസ്ഥ, ചിന്താവിഷ്ടയായ സീത, ചണ്ടാല ഭിക്ഷുകി, കരുണ. ആശാന്റെ ഖണ്ഡകാവ്യങ്ങൾ തന്നിട്ട് അത് കാലഗണനാ ക്രമത്തിലാക്കുക എന്നൊരു ചോദ്യം ലാസ്റ്റ് ഇയറിലോ മറ്റോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇയേഴ്സ് നമ്മൾ പഠിച്ചു വെക്കാം. വീണപൂവ് 1907, നളിനി 1911, ഇനി ലീല 1914, ഇനി പ്രരോധനം നോക്കാം 1919, ദുരവസ്ഥ മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട് എഴുതിയതല്ലേ, 1922, മഞ്ചരി വൃത്തത്തിലാണ് ഈ ദുരവസ്ഥ എഴുതിയിട്ടുള്ളത്. അതുപോലെ ചിന്താവിഷ്ടയായ സീത, ഈ പ്രരോധനത്തിൻ്റെ അതേ ഇയർ തന്നെയാണ് ചിന്താവിഷ്ടയായ സീതയും വന്നിട്ടുള്ളത്. അതുപോലെ ദുരവസ്ഥ പഠിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് ചണ്ടാല ഭിക്ഷുകിയും കൂടി പഠിക്കാം. രണ്ടും ഒരേ വർഷമാണ്. ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് കരുണയാണ് കേട്ടോ. അവസാനം രചിച്ച ഖണ്ഡകാവ്യമാണ് കരുണ, 1923. അപ്പോൾ ഒപ്പം പഠിക്കാൻ പറ്റുന്നത് പ്രരോധനവും അതുപോലെ ചിന്താവിഷ്ടയായ സീതയും, ദുരവസ്ഥയും അതുപോലെ ചണ്ടാല ഭിക്ഷുകിയും. ആശാന്റെ ഖണ്ഡകാവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നത് വീണപൂവ് തന്നെയാണ്. 1907 പാലക്കാട് ജില്ലയിലെ ജൈനിമേട്ടിൽ വെച്ചാണ് വീണപൂവിൻ്റെ രചന നടത്തിയത്. ആശാന്റെ ആദ്യ ഖണ്ഡകാവ്യമാണത്. 41 ശ്ലോകങ്ങളാണ് ഈ ഒരു ഖണ്ഡകാവ്യത്തിലുള്ളത്. ഹാ പുഷ്പമേ എന്ന് തുടങ്ങി അവനി വാഴ്വ് കിനാവ് കഷ്ടം എന്ന രീതിയിലാണ്, എന്ന വരികളോട് കൂടിയിട്ടാണ് ഈ ഒരു ഖണ്ഡകാവ്യം അവസാനിക്കുന്നത്. വസന്ത തിലകം വൃത്തത്തിലാണ് ഈ ഒരു കൃതി രചിച്ചിട്ടുള്ളത്. ഈ കൃതി 1908 മിതവാദിയിൽ മൂർക്കോത്ത് കുമാരനാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്. CS സുബ്രഹ്മണ്യൻ പോറ്റിയുടെ അവതാരികയോട് കൂടിയിട്ട് ഭാഷാപോഷണിയിൽ പിന്നീട് പുനഃപ്രകാശനം ചെയ്യുകയാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ വീണപൂവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക. കാൽപ്പനിക പ്രസ്ഥാനത്തിനും മലയാള കവിതയ്ക്കും വഴിത്തിരിവായിട്ടുള്ള ഒരു ഖണ്ഡകാവ്യമാണിത്. അതുകൊണ്ട് തന്നെ ചോദ്യസാധ്യത ഏറെയുമാണ്. പിന്നെ 2024 ജനുവരിയിലാണ് കുമാരനാശാന്റെ 100ാമത് ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് നോവലുകൾ നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലതയാണ്. കുന്തലത. അപ്പു നെടുങ്ങാടിയാണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. കുന്തലത 1887 മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത പുറത്തു വരുന്നത്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ദുലേഖയാണ്. O ചന്തുമേനോന്റെ ഇന്ദുലേഖ 1889. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മ എന്നുള്ളതാണ് ആദ്യത്തെ ചരിത്ര നോവൽ. എഴുതിയത് CV രാമൻ പിള്ള. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻ പിള്ളയാണ്. ഈ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അദ്ദേഹം എഴുതിയ മറ്റ് 2 നോവലുകളാണ് ധർമ്മരാജയും രാമരാജ ബഹദൂറും. ഓർത്തു വയ്ക്കുക, മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവലിൻ്റെ തുടർച്ചയായിക്കൊണ്ട് CV രാമൻ പിള്ള എഴുതിയ മറ്റ് 2 ചരിത്ര നോവലുകളാണ് ധർമ്മരാജയും രാമരാജ ബഹദൂറും. അതുപോലെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ആരാ? CV രാമൻ പിള്ളയാണ്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. മലയാള ഭാഷയിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? മലയാള ഭാഷയിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലാണ് ഭാസ്കരമേനോനാണ് കേട്ടോ. അപ്പൻ തമ്പുരാൻ എഴുതിയ ഭാസ്കരമേനോനാണ് ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ ഏതാണ്? പാറപ്പുറമാണ് കേട്ടോ. പാറപ്പുറം എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ. എഴുതിയത് K നാരായണ ഗുരുക്കളാണ്. K നാരായണ ഗുരുക്കളുടെ പാറപ്പുറം എന്നതാണ് മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവൽ. അദ്ദേഹത്തിന് തന്നെ മറ്റൊരു രാഷ്ട്രീയ നോവലാണ് ഉദയഭാനു എന്നുള്ളത്. ഉദയഭാനു. ഓക്കെ,
ഇനി നമുക്ക് ബോധധാര നോവലുകളിലേക്ക് വരാം. എന്താണ് ഈ ബോധധാര നോവൽ എന്ന് ഉദ്ദേശിക്കുന്നത്? മാനസിക തലവുമായി കൂടുതൽ ബന്ധപ്പെട്ട നോവലാണ്. ഓക്കെ, ഒരു വ്യക്തിയുടെ മാനസിക തലവുമായി കൂടുതൽ ബന്ധപ്പെട്ട നോവൽ അല്ലെങ്കിൽ മനോനിഷ്ഠമായ നോവലുകളെയാണ് ബോധധാര നോവലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ബോധധാര നോവൽ എന്ന് പറയുന്നത് സ്വർഗദൂതനാണ്. സ്വർഗദൂതൻ അത് ബൈബിൾ പ്രമേയമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യ നോവലാണ് ഈ സ്വർഗദൂതൻ. ആദ്യ ബോധധാര നോവൽ ഏതാണ്? സ്വർഗദൂതൻ. ബൈബിൾ പ്രമേയമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ ആദ്യത്തെ ബോധധാര നോവൽ. ഇനി പോഞ്ഞിക്കര റാഫി എന്ന വ്യക്തിയാണ് ഈ ഒരു നോവൽ എഴുതിക്കൊണ്ട് ബോധധാര നോവലുകൾക്ക് തുടക്കം കുറിച്ചത്. പോഞ്ഞിക്കര റാഫി. ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, മലയാളത്തിൽ മനോനിഷ്ഠമായ നോവലുകൾക്ക് തുടക്കം കുറിച്ചത് ആര് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പോഞ്ഞിക്കര റാഫി. മനോനിഷ്ഠമായ നോവലുകൾ എന്നാൽ ബോധധാര നോവലുകൾ എന്നാണ് അർത്ഥം. മലയാളത്തിൽ മനോനിഷ്ഠമായ നോവലുകൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? പോഞ്ഞിക്കര റാഫിയാണ്. അദ്ദേഹം സ്വർഗദൂതൻ എന്നൊരു കൃതി എഴുതിക്കൊണ്ടാണ്, അതാണ് ആദ്യത്തെ ബോധധാര നോവൽ. ഓക്കെ, 1958 ആ ഒരു കൃതി പുറത്തിറങ്ങുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ MT വാസുദേവൻ നായർ റീസെൻ്റ് ആയിട്ട് മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബോധധാര നോവലാണ് മഞ്ഞ് കേട്ടോ. അതുപോലെ അരനാഴിക നേരം എന്നുള്ളതും മറ്റൊരു ബോധധാര നോവലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം പറയാം. സ്വാതന്ത്ര്യപ്രാപ്തി വരെയുള്ള കേരളത്തിന്റെ ജീവിതം അല്ലെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം പകർത്തുന്ന കേശവദേവിന്റെ നോവൽ ഏതാണ്? കേശവദേവിന്റെ സ്വാതന്ത്ര്യപ്രാപ്തി വരെയുള്ള കേരളത്തിലെ ജീവിതം പകർത്തുന്ന കേശവദേവിന്റെ നോവലാണ് അയൽക്കാർ. അയൽക്കാർ നമ്മൾ ഓടയിൽ നിന്നുള്ള നോവലൊക്കെ പഠിച്ചിട്ടില്ലേ? കേശവദേവിന്റെ ആദ്യ നോവലായിരുന്നു ഓടയിൽ നിന്നുള്ളത് അല്ലേ? റിക്ഷക്കാരനായിട്ടുള്ള പപ്പുവിനെ കുറിച്ചൊക്കെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സ്വാതന്ത്ര്യപ്രാപ്തി വരെയുള്ള കേരളത്തിലെ ജീവിതം പകർത്തുന്ന കേശവദേവിന്റെ നോവലാണ് അയൽക്കാർ എന്നത്. ഇനി നമ്മുടെ തകഴിയുടെ ആത്മകഥ ഏതായിരുന്നു? ഓർമ്മയുടെ തീരങ്ങളായിരുന്നു തകഴിയുടെ ആത്മകഥ. തകഴിയുടെ നോവലുകളൊക്കെ അറിയാലോ. ചെമ്മീൻ, രണ്ടിടങ്ങഴി, പിന്നെ പെണ്ണ്, കയറ്, 5 പെണ്ണുങ്ങൾ, അങ്ങനെ ഒരുപാട് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തോട്ടിയുടെ മകൻ അല്ലേ? തോട്ടിയുടെ മകനിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാരാണ്? ചുടലമുത്തു. അതുപോലെ തലയോട്, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലയോട് എന്ന നോവൽ എഴുതിയത് ആരാണ്? തകഴിയാണ്. ഓർത്തു വയ്ക്കുക. തകഴിയുടെ ഏറ്റവും വലിയ നോവലാണ് ഏത്? കയർ അല്ലേ? കയർ 1984 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. തകഴി പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് തലയോട് എന്ന നോവൽ എഴുതി അല്ലേ? അപ്പോൾ ഉലക്ക എന്ന നോവൽ, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് ഉലക്ക എന്ന നോവൽ എഴുതിയത് ആരാണ്? കേശവദേവാണ്. കേശവദേവിന്റെ ആത്മകഥ ഏതായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, എതിർപ്പ് അല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എതിർപ്പിന്റെ കഥാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉലക്ക എന്നത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേശവദേവ് എഴുതിയ നോവലാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എതിർപ്പിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നതും കേശവദേവാണ്. അതുപോലെ പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോ, ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ട പ്ലൂട്ടോ ആരെഴുതിയതാണ്? PK ബാലകൃഷ്ണൻ എഴുതിയ ഒരു നോവലാണ് പ്രിയപ്പെട്ട പ്ലൂട്ടോ എന്നുള്ളത്. അതുപോലെ PK ബാലകൃഷ്ണന്റെ മറ്റൊരു നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് PK ബാലകൃഷ്ണൻ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നത് PK ബാലകൃഷ്ണന്റെ നോവലാണ്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു നോവലാണ് പ്രിയപ്പെട്ട പ്ലൂട്ടോ. കർണനെ കൂടാതെ പാഞ്ചാലിയും കൂടി കഥാപാത്രമായിട്ടുള്ള നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളത്. ഓർത്തു വയ്ക്കുക. അതുപോലെ ഭീമനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് MT വാസുദേവൻ നായർ എഴുതിയ നോവൽ ഏതാണ്? രണ്ടാം ഊഴമാണ്. ഭീമനെ പ്രധാന കഥാപാത്രമാക്കിക്കൊണ്ട് MT വാസുദേവൻ നായർ എഴുതിയ നോവലാണ് രണ്ടാം ഊഴം. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് നോക്കാം. ബാലസാഹിത്യ കൃതികളിലൂടെ ഏവർക്കും സുപരിചിതനായ കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥ ഏതാണ്? എന്നിലൂടെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായിട്ടുള്ള ഒരു കൃതിയാണ്. ഇനിയും ഇദ്ദേഹത്തിന്റെ മറ്റു കുറച്ച് കൃതികളോട് നോക്കാം. അക്ഷരത്തെറ്റുകൾ, കുറ്റിപ്പെൻസിൽ, കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും, പണ്ട്, നല്ല കഥകൾ, വലിയവനാകാൻ, പഴങ്കഥകൾ, കഥാസൂക്തങ്ങൾ, ഉണ്ടനും ഉണ്ടിയും പറഞ്ഞ കൃതികളൊക്കെ കുഞ്ഞുണ്ണി മാഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാലസാഹിത്യ കൃതികളാണ്. ഇനി നമുക്ക് കുറച്ച് ടെമ്പിൾ ആർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. കഥകളിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ചെങ്ങില, ഇലത്താളം എന്നിവ കഥകളി വാദ്യങ്ങളാണ്.
കഥകളി വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, മദ്ദളം, ചെങ്ങില, ഇലത്താളം. പിന്നെ കഥകളിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ്. ഈ കഥകളിയുടെ ആദ്യ ചടങ്ങാണ് കേളി. കേളി കൊട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. കേളി എന്നത് ഫസ്റ്റ് ചടങ്ങാണ്. അതുപോലെ അവസാന ചടങ്ങാണ് ധനാശി പാടുക. ധനാശി പാടുക എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ചടങ്ങാണ്. കഥകളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാന ചടങ്ങാണ് ധനാശി പാടുക. അതുപോലെ വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയുമാണ് നാശോന്മുഖമായിരുന്ന ഈ ഒരു കലാരൂപത്തെ തിരികെ കൊണ്ടുവന്നത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് നാശത്തിൻ്റെ വക്കിലെത്തി നിന്നിരുന്ന ഈ ഒരു കലാരൂപത്തെ തിരികെ കൊണ്ടുവന്നത് എന്നുള്ളത്. ഇനി കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? യുനെസ്കോ അംഗീകരിച്ച ഒരു കലാരൂപമാണ് അല്ലേ. 2001 യുനെസ്കോ കൂടിയാട്ടത്തെ ഒരു ഹെറിറ്റേജ് ആർട്ടായിട്ട് അംഗീകരിച്ചത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള കലാരൂപമാണ് കൂടിയാട്ടം എന്നത്. കൂടിയാട്ടം. മിഴാവാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വാദ്യം. മിഴാവാണ് കൂടിയാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യം. മറ്റു വാദ്യങ്ങളാണ് ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം എന്നിവയൊക്കെ. ചാക്യാർ, നമ്പ്യാർ സമുദായക്കാരാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇനി നങ്ങ്യാർകൂത്തിനെ കുറിച്ച് നോക്കിയാലോ. നങ്ങ്യാർകൂത്തിലും പ്രധാനപ്പെട്ട വാദ്യം മിഴാവ് തന്നെയാണ്. നങ്ങ്യാർകൂത്ത് എന്താണ്? ഈ നമ്പ്യാർ സമുദായത്തിലെ സ്ത്രീകൾ അവതരിപ്പിക്കുന്നതാണ്. നങ്ങ്യാർ എന്ന് നമ്മൾ പഠിക്കാറില്ലേ. അപ്പോൾ നമ്പ്യാർ സമുദായത്തിലെ സ്ത്രീകൾ അല്ലെങ്കിൽ നങ്ങ്യാർമാർ അവതരിപ്പിക്കുന്ന ക്ഷേത്ര കലാരൂപമാണ് നങ്ങ്യാർകൂത്ത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ചാക്യാർകൂത്തിലേക്ക് വരാം. ചാക്യാർകൂത്ത് എന്താണ്? ഒരു വാചിക പ്രധാനമായിട്ടുള്ള ഒരു കലാരൂപമാണ്. ചാക്യാന്മാരാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതുപോലെ രാജാവിനെ പോലും വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചാക്യാർമാർ അവതരിപ്പിക്കുന്നത്. ഓക്കെ, വാചിക പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി കൃഷ്ണനാട്ടത്തിലേക്ക് വരാം. കൃഷ്ണനാട്ടം കോഴിക്കോട് മാനവേദ രാജാവ് രൂപപ്പെടുത്തിയ ഒരു നൃത്തശില്പമാണ് ഈ കൃഷ്ണനാട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് മാനവേദ രാജാവ് രൂപപ്പെടുത്ത രൂപമാണ് കൃഷ്ണനാട്ടം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ജയദേവ കവിയുടെ പ്രശസ്തമായ ഗീതാഗോവിന്ദം എന്ന രചനയെ അടിസ്ഥാനമാക്കിയിട്ട് ഈ കോഴിക്കോട് മാനവേദ രാജാവ് രചിച്ച കൃഷ്ണഗീതിയാണ് പിന്നീട് അദ്ദേഹം തന്നെ കൃഷ്ണനാട്ടമാക്കി ചിട്ടപ്പെടുത്തുന്നത്. ജയദേവ കവിയുടെ പ്രശസ്തമായിട്ടുള്ള ഗീതാഗോവിന്ദം എന്ന രചനയെ അടിസ്ഥാനമാക്കി കോഴിക്കോട് മാനവേദ രാജാവ് രചിച്ച കൃഷ്ണഗീതി, ഈ കൃഷ്ണഗീതിയാണ് പിന്നീട് അദ്ദേഹം തന്നെ കൃഷ്ണനാട്ടമാക്കി ചിട്ടപ്പെടുത്തുന്നത്. ഈ ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ, ആ ഒരു കഥകൾ 8 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടാണ് ഈ ഒരു കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് കൃഷ്ണനാട്ടം എന്നുള്ളത്. 8 ദിവസം കൊണ്ടാണ് ഈ കൃഷ്ണനാട്ടം കംപ്ലീറ്റ് ആക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ 8 ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെ അഷ്ടപതി ആട്ടം എന്നുകൂടി പറയുന്നുണ്ട്. 8 ദിവസത്തെ കളി ആയതുകൊണ്ട് അഷ്ടപതി ആട്ടം എന്നുകൂടി പേരുണ്ട്. ഇനി അടുത്തത് കേരള നടനത്തെക്കുറിച്ച് നോക്കാം. ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപമാണ് കേരള നടനം. കേരള നടനം. എൻ്റെ ജീവിത സ്മരണകൾ എന്നാണ് ഈ ഗുരു ഗോപിനാഥിൻ്റെ ആത്മകഥ കേട്ടോ. എൻ്റെ ജീവിത സ്മരണകൾ. കലാമണ്ഡലം ഗോവിന്ദപിള്ള എന്നാണ് ഈ ഗുരു ഗോപിനാഥിൻ്റെ യഥാർത്ഥ നാമം. ഓക്കെ, കലാമണ്ഡലം ഗോവിന്ദപിള്ളയാണ് പിന്നീട് ഈ ഗുരു ഗോപിനാഥ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗോവിന്ദപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്നത് ഓർത്തു വയ്ക്കാം. അടുത്തത് മോഹിനിയാട്ടത്തെക്കുറിച്ച് നോക്കാം. ദേവദാസി നൃത്ത പാരമ്പര്യത്തിന് തുടർച്ചയായിട്ടുള്ള കലാരൂപമാണ് മോഹിനിയാട്ടം. അപ്പോൾ ഈ ലാസ്യ നൃത്ത രൂപമാണ് മോഹിനിയാട്ടം. അതുപോലെ തന്നെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? മോഹിനിയാട്ടത്തിലാണ്. ഇനി ഭാരതി ശിവജി മോഹിനിയാട്ട കലാകാരനാണ്, അത് ഓർത്ത് വയ്ക്കുക. അതും PYQ. ഈ മോഹിനിയാട്ടത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പരിഷ്കരിച്ചത് വള്ളത്തോളാണ്. മോഹിനിയാട്ടത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പരിഷ്കരിച്ച് കൊണ്ടുവന്നത് വള്ളത്തോളാണ്. അപ്പോൾ ഈ കലയോട് വളരെ പ്രിയമുള്ള ഒരു എഴുത്തുകാരനാണ് ആര്? വള്ളത്തോൾ. അദ്ദേഹമാണ് കഥകളിയും നാശോന്മുഖമായിരുന്ന രീതിയിൽ നിന്ന് ഇന്നത്തെ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിൽ വള്ളത്തോൾ നാരായണ മേനോന് വലിയൊരു പങ്കുണ്ട്. അടുത്തത് മുടിയേറ്റിനെ കുറിച്ച് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കലാരൂപമാണ് മുടിയേറ്റ്. 2010 ഡിസംബറിലാണ് യുനെസ്കോ മുടിയേറ്റിനെ ഒരു ഹെറിറ്റേജ് ആർട്ടായിട്ട് അംഗീകരിക്കുന്നത്. ഓക്കെ, പൈതൃക കലയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2010 ഡിസംബറിലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം കൂടിയാട്ടം പറഞ്ഞു. കൂടിയാട്ടത്തെ എന്നാണ് യുനെസ്കോ അംഗീകരിച്ച ഒരു ഹെറിറ്റേജ് ആർട്ടായിട്ട് അംഗീകരിച്ചത്? 2001. അപ്പോൾ ആദ്യം കൂടിയാട്ടം, അത് കഴിഞ്ഞിട്ട് 2010 മുടിയേറ്റിനെ ഒരു പൈതൃക കലാരൂപമായി യുനെസ്കോ അംഗീകരിക്കുന്നത്.
ധാരികാവധമാണ് ഈ മുടിയേറ്റിൻ്റെ പ്രമേയമായിട്ടുള്ളത്. ശ്രീ മൂഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, ഏറ്റുമാനൂരുള്ള ശ്രീ മൂഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് മുടിയേറ്റ്. അതുപോലെ ചെണ്ട, ഇലത്താളം, വീക്ക് ചെണ്ട എന്നിവയൊക്കെയാണ് മുടിയേറ്റിൻ്റെ വാദ്യങ്ങൾ. കളമെഴുത്ത്, തിരിയൊഴിച്ചിൽ, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ എന്നിങ്ങനെയൊക്കെ ഒരുപാട് ചടങ്ങുകൾ ഈ മുടിയേറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നെ ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഇത് നടത്തുന്നതെന്നുള്ളത് ഓർത്തു വയ്ക്കണം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പോയിന്റ്, അത് ആ പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വർഷം 2010 യുനെസ്കോയുടെ പൈതൃക കലാരൂപമായി യുനെസ്കോ അംഗീകരിക്കുന്നത് 2010. കൂടിയാട്ടമാണെങ്കിൽ 2001. കൂടിയാട്ടത്തെയാണ് മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. യുനെസ്കോയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. അതുപോലെ അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്നതും കൂടിയാട്ടത്തെ തന്നെയാണ്. കൂടിയാട്ടം കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്ന ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ഇനിയും ഈ കഥകളി, കൂടിയാട്ടം ഇത് രണ്ടിൻ്റെയും പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് മാർഗി പ്രവർത്തിക്കുന്നത്. കഥകളി, കൂടിയാട്ടം എന്നീ കലാരൂപങ്ങളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് തിരുവനന്തപുരത്ത് മാർഗി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഈ കൂടിയാട്ടത്തെ യുനെസ്കോയിൽ അവതരിപ്പിച്ചത് ആരാണ്? മാർഗി സതിയാണ് കൂടിയാട്ടത്തെ യുനെസ്കോയിൽ അവതരിപ്പിച്ചത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാദ്യം ഈ മിഴാവ് തന്നെയാണ് കേട്ടോ കൂടിയാട്ടത്തിൽ. ഇനി വർഷം തോറും കൂടിയാട്ടം അവതരിപ്പിക്കുന്ന 2 ക്ഷേത്രങ്ങളിലാണ്. ഒന്ന് കൂടൽമാണിക്യ ക്ഷേത്രത്തിലും അതുപോലെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലും എല്ലാ വർഷവും ഈ കൂടിയാട്ടം അവതരിപ്പിക്കുന്നുണ്ട്. കൂടിയാട്ടത്തിൻ്റെ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി വയ്ക്കുക. ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.